പ്ലാസ്റ്റിക് കറൻസി വരുന്നു. ഇന്ത്യയിൽ പോളിമർ നോട്ടുകൾക്ക് വഴി തുറക്കുന്നു. രാജ്യത്ത് പ്ലാസ്റ്റിക് കറൻസി യാഥാർത്ഥ്യമായേക്കും. നിലവിലുള്ള കടലാസ് നോട്ടുകൾക്ക് പകരം കൂടുതൽ കാലം ഈട് നിൽക്കുന്ന പോളിമർ നോട്ടുകൾ അവതരിപ്പിക്കും. പോളിമർ സബ്സ്ട്രേറ്റ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആഗോള താൽപര്യപത്രം ക്ഷണിച്ചു. പ്ലാസ്റ്റിക് നോട്ടുകൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായാണ് ഇതിനെ കണക്കാക്കുന്നത്. 10-20 രൂപ നോട്ടുകളായിരിക്കും തുടക്കത്തിൽ പോളിമറിൽ പുറത്തിറക്കുകയെന്നാണ് സൂചന. കടലാസ് നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് കറൻസി ഇറക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. എന്നാൽ പ്രാഥമിക ഘട്ടത്തിലാണെന്നും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കടലാസ് നോട്ടുകൾ വേഗത്തിൽ നശിച്ചാൽ പകരം പുതിയ പ്രിന്റ് ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് നോട്ടുകൾ വഴി ഇതിനൊരു പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. 2014 10 രൂപയുടെ 100 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ പ്രിന്റ് ചെയ്തെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. കൊച്ചിയിലടക്കം 5 നഗരങ്ങളിൽ ട്രയൽ നടത്തുന്നതെന്നാണ് അറിയിച്ചത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇത് നിർത്തിവെക്കുകയായിരുന്നു. കോട്ടൺ അധിഷ്ഠിതമായ പേപ്പർ ഉപയോഗിച്ചാണ് നിലവിൽ നോട്ടുകളുടെ അച്ചടി. ഇത്തരത്തിലുള്ള നോട്ടുകൾ ശരാശരി 3-4 വർഷം കഴിയുമ്പോൾ മുഷിയും. പൊടി, വെള്ളം തുടങ്ങിയവ മൂലവും ആളുകൾ മടക്കി വെക്കുന്നതിനാലും എളുപ്പത്തിൽ മോശമാകാനുള്ള സാധ്യതയേറും. എന്നാൽ പോളിമർ നോട്ടുകൾക്ക് ഈ പ്രശ്നമില്ല. ദീർഘകാലം ഈട് നിൽക്കും. പോളിമർ നോട്ടുകൾ പേഴ്സിലും പോക്കറ്റിലും മറ്റും മടക്കി വെക്കാം. എളുപ്പത്തിൽ മുഷിയില്ല. കനവും കുറവാണ്. 2024-25 ഏതാണ്ട് 2380 കോടി നോട്ടുകളാണ് മുഷിഞ്ഞതിനെ തുടർന്ന് പൊതുവിതരണത്തിൽ നിന്ന് റിസർവ് ബാങ്ക് പിൻവലിച്ചത്. മുൻ വർഷത്തേക്കാൾ 12.3% അധികം. പിൻവലിച്ച നോട്ടുകളിൽ ഭൂരിഭാഗവും 500-ന്റേതായിരുന്നു. 100-ന്റെ നോട്ടുകളാണ് തൊട്ടു പിന്നാലെയുള്ളത്. പോളിമർ നോട്ടുകളുടെ വ്യാജൻ ഉണ്ടാക്കാൻ പ്രയാസമാണെന്നത് നേട്ടമാണ്. പ്ലാസ്റ്റിക് ആയതിനാൽ കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളും പ്രത്യേക മഷികളും ഉൾക്കൊള്ളിക്കാം. ഇത് കള്ളനോട്ടിലുള്ള സാധ്യത കുറയ്ക്കും.